ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ ധ്രുവം വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ നല്ല മഴയും കേട്ടോ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ പെട്ടെന്നൊരു പായസം കുടിച്ചാൽ എന്താണെന്നൊരു തോന്നൽ. പെട്ടെന്നാണല്ലോ ഓരോ വിചാരങ്ങളും ഉയരുന്നത് അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ഉണങ്ങലരി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കഞ്ഞി വെക്കാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് 2 ഗ്ലാസ് അരി എടുത്ത് അതേപോലെ തന്നെ ശർക്കര ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ശർക്കര പായസം വെക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്, നാളികേരപ്പാലൊക്കെ പിഴിഞ്ഞിട്ട്. പിന്നെ മടി കൊണ്ട് നാളികേരം അങ്ങ് കട്ട് ചെയ്തിട്ട് 2 കവർ പാലങ്ങ് വാങ്ങിച്ചു. അതാകുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയും ചെയ്യും. പെട്ടെന്ന് കുടിക്കാനുള്ളൊരാഗ്രഹമല്ലേ, അപ്പോൾ നേരം വൈകിക്കണ്ടല്ലോ. ആഗ്രഹം കൊണ്ട് പെട്ടെന്ന് നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ തട്ടിക്കൂട്ടി പായസം. തട്ടിക്കൂട്ടി എന്ന് ഉദ്ദേശിച്ചത് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നൊരു പായസം കേട്ടോ. സിമ്പിളാട്ടോ ഇത് ഉണ്ടാക്കാൻ. ഉണങ്ങലരി ഞാൻ ചോദിച്ചിട്ട് കുക്കറിലിട്ട് വേവിക്കൊന്നും വേണ്ട. ഞാൻ അടുപ്പത്താണ് വെച്ചത്. ഒരു ഉരുളി എടുത്ത് 2 ഗ്ലാസ് ഉണങ്ങലരിയാണ് എടുത്ത് അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉരുളി നല്ലോണം കഴുകി വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇട്ട് അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് അളവായിട്ടല്ല കേട്ടോ എടുക്കുന്നത്. കാരണം ഞാൻ 2 ഗ്ലാസ് അരിക്ക് ഇത്ര വെള്ളം എന്നുള്ളതല്ല, അതെങ്ങനെയാണോ വേവാൻ കണക്കിന് അതിന് വെള്ളം എടുത്തു. എന്നതിന് ശേഷം ഞാൻ 500 ശർക്കരയാണ് കേട്ടോ മേടിച്ചേക്കുന്നത്. അതിൽ ഒരു ആണി, അതായത് ഒരു കട്ട ശർക്കര മാറ്റി വെച്ച് ബാക്കി എല്ലാ ശർക്കരയും എടുത്ത് ഞാൻ ഉരുക്കിയെടുത്ത് അത് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതിൻ്റെ അടിയിൽ എന്തായാലും ഒരു തരി ഉണ്ടാവും. അപ്പോൾ ആ പായസം കുടിക്കുമ്പോൾ കല്ല് കടിക്കുന്ന ഒരു സുഖമില്ലല്ലോ. ഞാനത് അങ്ങോട്ട് അരിച്ചു മാറ്റി വെച്ചു. അങ്ങനെ പൊതുവേ ഉണ്ടാവില്ല, ചിലതിലൊക്കെ ഉണ്ടാകും ഒരു കടിപ്പ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിച്ചു വെച്ചതാണ്. എന്നതിന് ശേഷം അത് പെട്ടെന്ന് വെന്തിട്ടോ. എനിക്കൊരു 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടി. അതിന് ശേഷം ഞാൻ 2 കവർ പാല് മേടിച്ചിരുന്നു. ആ വീഡിയോ എടുക്കാൻ കട്ടായി പോയതാണ് കേട്ടോ. ആ 2 കവർ പാല് പാർന്ന് ഒന്ന് തള വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുടിക്കാനുള്ള ആക്രാന്തം കൊണ്ട് കട്ടായി പോയതാട്ടോ. പെട്ടെന്ന് വേഗം ആക്കാലോ വിചാരിച്ചിട്ട് അടുപ്പത്താണ്. എനിക്ക് ഗ്യാസിനേക്കാൾ പെട്ടെന്ന് അടുപ്പിൽ വേഗം ആയി കിട്ടുന്നത് അടുപ്പത്താട്ടോ. അങ്ങനെ നാളികേരപ്പാൽ 2 കവർ നാളികേരല്ല 2 കവർ പാല് വാങ്ങിച്ചു. അത് 2 കവർ പാല് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നതിന് ശേഷം നല്ലോണം ഒന്ന് തിളച്ച് വന്നപ്പോഴാണ് നമ്മൾ ശർക്കര ഉരുക്കി വെച്ചത് പാർന്നത്. അത് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം ആ ഒരു പാലാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്, ശർക്കര അല്ല കേട്ടോ പറഞ്ഞത്. ആ പാലിനകത്തേക്ക് ആ അരിയിലേക്ക് ആ മധുരം പിടിച്ച് വരണം. നമ്മൾ ആദ്യം പാല് പാർന്നിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ പിന്നീടാണ് ശർക്കര ഇട്ടത്. അപ്പോൾ ആ ശർക്കരയുടെ മധുരം അരിയിൽ പിടിച്ച് വരാൻ വേണ്ടിയിട്ട് കൈവിടാണ്ട് ഇളക്കി വരണം. അതിൻ്റെ ഇടയിലൊന്ന് ഞാൻ മൂടി വെച്ചതാണ്, ലേശം ഒന്ന് മേലെ കുറുകി നിൽക്കുന്നത്. എന്നതിന് ശേഷം ഒരു 5-6 ഏലക്കായ എടുത്തിട്ട് ഇടികല്ലിലൊന്ന് ചതച്ചിട്ട് അത് ഇട്ടിട്ട് നന്നായി ഇളക്കി നല്ലോണം നിങ്ങൾക്ക് കാണാം നല്ല തിള വരുന്നത്. ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പം തന്നെ തിള വന്നിരിക്കണം. ഒന്ന് അരി എടുത്തിട്ട് ഒന്ന് തൊട്ടു, അതായത് വെന്തിട്ടുണ്ട്, ഓൾറെഡി വെന്തിട്ടാണ് നമ്മൾ 2 കവർ പാല് പാർന്നത്. അപ്പം 2 കവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര പാര കേട്ടോ. ഞാൻ 2 കവർ എടുത്തുള്ളൂ. 2 ഗ്ലാസ് അരിക്ക് കറക്റ്റായിരുന്നു. അധികം കട്ടിയായിട്ടോ അല്ലെങ്കിൽ നല്ല ലൂസായിട്ടോ ഒന്നും അല്ലായിരുന്നു. കറക്റ്റ് പാകത്തിനാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നല്ലോണം തിള വരുന്നുണ്ട്, നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അല്പം നെയ്യ് എടുത്തിട്ട്, നെയ്യിൻ്റെ വീഡിയോ ഒക്കെ കട്ടായിപ്പോയിട്ടോ. അത് ഞാൻ അടുപ്പത്ത് എന്തായാലും ചെറിയ പാൻ വെക്കാൻ പറ്റില്ല, ചെറിയ കടായി പോലത്തെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് അല്പം നെയ്യ് 2 സ്പൂൺ നെയ്യ് പാർന്ന് അതിൽ ആദ്യം ഞാൻ ഈ മുന്തിരിങ്ങ വേഗം എടുത്തിടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, ഫസ്റ്റ് ഇട്ടത് മുന്തിരിയായിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് അത് കളറ് മാറിയിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നെയ്യിലിട്ടിട്ട് വറുത്തിട്ട് നമുക്ക് എന്നിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് കുടിക്കാം. അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ബൈ.